നമ്മൾ കാണുന്നത് ക്യാമറയെ മാത്രം, നമ്മൾ ചിരിക്കുന്നത് ക്യാമറ മാത്രം, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എല്ലാം ഈ ക്യാമറയോട് മാത്രം, ക്യാമറയുടെ കണ്ണിനോട് മാത്രം സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ ക്യാമറ കണ്ണുകൾക്കപ്പുറത്ത് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കൂൾ പ്ലസ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ ആണല്ലോ നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡിന് മുമ്പ് ഒരു ഏലിയൻ കോൺസെപ്റ്റാണ്. അപ്പം മേ ബി ഒരു 2 to 8% സ്റ്റുഡൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന അതിനൊരു വാല്യൂ ഇല്ലെന്ന് വിശ്വസിച്ചിട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം വളരെ ട്രെൻഡ് കയറി വരുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ്. അപ്പം ഓൺലൈനിലൂടെ പഠിപ്പിക്കുമ്പോൾ സാറ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അതായത് പഠിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പം നമുക്ക് സ്റ്റുഡൻസിൻ്റെ പ്രസൻസ് ഇല്ല, അവർ നമ്മുടെ മുമ്പിലില്ല. ഇനിയിപ്പോൾ നമ്മളൊരു സൂമോ ഗൂഗിൾ മീറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോ ഓണാക്കി സംസാരിക്കാം, ഡൗട്ട് ചോദിക്കാം, അതേപോലെ തന്നെ അവരുടെ ഓഡിയോ ഓണാക്കാനൊക്കെ നമുക്ക് സംസാരിക്കാം, പറയാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മൾ യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് ഈവൻ അതുപോലും പോസിബിൾ അല്ല. അവരുടെ ആ ഒരു കമൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ചിരിക്കുന്നത് ക്യാമറ മാത്രം, നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് എല്ലാം ഈ ക്യാമറയോട് മാത്രം, ക്യാമറയുടെ കണ്ണിനോട് മാത്രം സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ കമൻസ് മാത്രം. ആ കമൻസ് തന്നെ സംടൈംസ് ഇവർ പാരൻസിൻ്റെ ഒക്കെ മെയിൽ ID നോക്കിയായിരിക്കും യൂട്യൂബിൽ കയറി ഉണ്ടാവും. നമ്മളത് കാണുമ്പോൾ നമ്മൾ പാരൻസിനെയൊക്കെ നമ്മൾ വിളിക്കുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്ലാസ്സുകളൊക്കെ ഓൺഗോയിങ് ആയി കണ്ടിരിക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂട്യൂബ് ക്ലാസ്സുകൾ എടുക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാമറ നമ്മൾ സ്റ്റുഡൻസിന് ഒരു ടീച്ചിങ് എന്ന് പറയുമ്പം ടീച്ചർ ഒരു ബോണ്ട് അവിടെ വേണം. ബട്ട് ടീച്ചർ സ്റ്റുഡൻറ്റ് മുമ്പിലുണ്ട് എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആയി. സ്റ്റുഡൻറ്റും അതേപോലെ തന്നെ എൻ്റെ ടീച്ചർ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പം ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി. അപ്പോൾ പിന്നീട് നമ്മളെന്തായി, നമുക്കത് ആപ്റ്റായി. നമ്മൾ ഓരോ കുട്ടികൾക്കും വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്യാമറ കണ്ണുകൾക്കപ്പുറത്ത് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള മെൻറ്റാലിറ്റി നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അത്രയും എനർജറ്റിക് ആയിട്ട് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ മാരത്തോൺ റിവിഷൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന മാർച്ചിൽ എക്സാമിനൊക്കെ 4000 കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കാണാനുണ്ടായിരുന്നു. 4000 കുട്ടികൾ, 2000 കുട്ടികൾ, 1000 കുട്ടികളൊക്കെ എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരുന്നു. എനി ടൈം എനിവെയർ അവരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ക്ലാസ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് തോന്നുന്നത്. പക്ഷേങ്കിൽ അവരത് ഇരിക്കണം. നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്റ്റുഡൻസ് ആകുമ്പം അവരത് ഇരിക്കാനുള്ള മെൻറ്റാലിറ്റിയും അവർക്ക് അതിനുള്ള സ്പേസും അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റും.